നമുക്കെല്ലാവർക്കും നൈറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനാണ് കേട്ടോ പോകുന്നത്. ജോലി കഴിഞ്ഞ് വന്ന് നിൽക്കാനേയും പൊക്കിക്കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. പിള്ളേർക്ക് 2 ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഈ ഷോപ്പ് ഏതാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ ആലപ്പുഴക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഷോപ്പാണ്. ഈ ഷോപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡ്രസ്സിൻ്റെയൊക്കെ റേറ്റാണ്. പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഈ ഒരു ഫ്രോക്കൊക്കെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതിലും വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും. ഇതൊരു പെയ്ഡ് പ്രമോഷൻ അല്ല കേട്ടോ, ഞാനൊരു വ്ളോഗായിട്ട് എടുത്തതാണ്. അപ്പോൾ അതെ, ഞാനാണെങ്കിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഓരോ ഉടുപ്പിട്ട് നോക്കുന്നുണ്ട്. ആദ്യം തന്നെ എല്ലാത്തിനും റേറ്റ് നോക്കും, എന്നിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്നെപ്പോലെയാണോ എല്ലാവരും ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഷോപ്പിൽ മെയിനായിട്ട് ഇവരുടെ വീഡിയോസിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് പ്രശ്നമാണെന്ന്. അപ്പം നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് ഇങ്ങോട്ട് കയറി ചെല്ലുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ഒരു ചേച്ചിയും ഒരു ഇത്തായും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ആസ്വദിച്ച് പിള്ളേർക്ക് ഡ്രസ്സ് ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. ഞാൻ വില നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവൾമാരെ കൊണ്ടുവരാതെയാണ് ഡ്രസ്സ് എടുക്കാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. പക്ഷേ ടൈം എടുക്കും. ഇങ്ങനെ പിള്ളേരില്ലാതെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോഴേക്കും നമുക്ക് സമയം എടുക്കും. പക്ഷേ ഈ സമയം എടുക്കലൊന്നും ഒരു പ്രശ്നമാക്കി ഈ ചേച്ചി എന്നെ സഹായിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി എന്നോട് സഹകരിച്ചു കേട്ടോ ഇവർ. ഞാൻ ഓരോന്നെടുത്ത് നിവർത്തിയിടിക്കും. ഞാൻ അതിൻ്റെ മറ്റേ സൈസ് ഉണ്ടോ, മറ്റേ കളറുണ്ടോ, മറ്റേ പ്രിൻ്റ് ഉണ്ടോ, മറ്റേ പാറ്റേൺ ഉണ്ടോ, ഒരു 1000 ഡ്രസ്സ് ഞാൻ അവിടെ നിരത്തി ഇടിച്ചു കേട്ടോ. പക്ഷേ ചേച്ചി എൻ്റെ കൂടെ നിന്ന് എന്നെയും കൊണ്ട് പോയി വേറെ ഡ്രസ്സ് സെക്ഷനിൽ കൊണ്ടുപോയി ഓരോന്നൊക്കെ കാണിച്ചൊക്കെ തന്ന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ലാസ്റ്റ് ബില്ല് കിട്ടിയപ്പോൾ ഇക്കാനെ ഏൽപ്പിച്ച് ഞാൻ പുറകെ നടന്നു, വീഡിയോയും എടുത്ത്. ഈ മിറർ കാണുമ്പോൾ ഒരു സെൽഫി എടുപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ, എടുത്ത്. അപ്പോൾ ഷോപ്പ് ചെയ്താണെന്ന് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, മറ്റുള്ളവർ പറയുന്നതിലും കൂടുതൽ നമുക്ക് അനുഭവിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്.